ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ഇടവകയുടെ വികാരിയച്ഛൻ ഫാദർ ചെറിയച്ചൻ, വേദിയിൽ ആദരം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട മുതിർന്നവരെ, എൻ്റെ സഹോദരനായ വർഗീസ് ജോർജ് ശമാശൻ, വേദിയിലും സദസ്സിലും ഉദ്ഘോഷരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഇടവകയ്ക്ക് തന്നെ നിമിഷമാണ്. ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയിലുള്ള പ്രയാണത്തിൽ നമുക്ക് ഇതുപോലെ വീണ് കിട്ടുന്ന അവസരങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും ധന്യമാണ്. ഈ സന്ദർഭത്തിനും സമയത്തിനും വേറെ പ്രത്യേകത കൂടിയുണ്ട്. പാലളിൽ തൂങ്ങി പുഞ്ചിരിക്കുന്ന പ്രശാന്ത സുന്ദരമായ രാത്രിയിൽ ലോകത്തിന്റെ പാപം മുഴുവൻ തന്റെ നെഞ്ചിലേക്ക് നമുക്ക് വേണ്ടി കുരിശിൽ ഏറ്റ കർത്താവേശു തമ്പുരാന്റെ ജനന തിരുനാളോട് 5 ദിവസം കൂടെ ആകെ ഈ ദിവസങ്ങൾക്ക് കൂടുതൽ ധന്യത അഥവാ പുണ്യമായ അന്തരീക്ഷം കൈവരുന്നു. നമ്മുടെ ജീവിതത്തിൽ നെഞ്ചോട് ചേർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, മാതൃരാജ്യം. നമ്മുടെ രാജ്യത്തോടുള്ള ഏറ്റവും കൂടുതലുള്ളവരായിരിക്കും. അതൊരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ്. അടുത്തതായി, പിറന്ന മണ്ണ്. നമ്മൾ പിറന്ന മണ്ണിനോട് നമ്മൾക്ക് ആത്മാർത്ഥതയും പൂർണ്ണമാണ്. പെറ്റമ്മ, അങ്ങനെയെല്ലാം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കാര്യമുണ്ട്. എൻ്റെ വ്യക്തിപരമായ അതോട് ചേർന്ന് തന്നെ നമ്മൾക്ക് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ് മാതൃ ഇടവക. നമ്മുടെ ഇടവകയുള്ള ബന്ധം മാമോദീസ തൊട്ടി മുതൽ ആരംഭിക്കും. പിന്നെ ജീവിതത്തിൻ്റെ ഓരോ പ്രയാണത്തിൽ നമ്മളുടെ വേർപാട് വരെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ, നിരാശകൾ എന്ന് വേണ്ട ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ആശ്രയിക്കുന്ന ഇടവകയും നമ്മുടെ ദൈവാലയമാണ്. ഈ കാര്യത്തിൽ നമ്മുടെ അഭേദ്യമായിട്ടുള്ള ബന്ധം അത് വളരെ അമൂല്യമാണ്, വളരെ പാവനമാണ്. അതിനാൽ തന്നെ ഇടവകയിൽ ലഭിക്കുന്ന ആദരം ഇരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിലെ മറക്കാനാവാത്ത പുണ്യ നിമിഷങ്ങളാണ്. ഞാൻ ഈ സമസ്തത്തിലൊരു കാര്യം ഓർക്കുകയായിരുന്നു. നമ്മുടെ ഇടവകയുടെ അഭിമാനമായ നമ്മുടെ ഇടവക മെത്രാപ്പോലീത്ത ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോസ്റ്റോസ് തിരുമേനിക്ക് മെത്രാഭിഷേക ചടങ്ങിൽ നമ്മുടെ ഇടവകയിൽ ഒരു സ്വീകരണം. അതിന്റെ മുഖ്യ പ്രസംഗം നടത്തിയത് നമ്മുടെ സഭാ സെക്രട്ടറി ആയിരുന്ന ദിവംഗതനായ ഡോക്ടർ അലക്സാണ്ടർ അവരോടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത്, തിരുമേനി ഇന്ന് ഒരു മെത്രാപ്പോലീത്ത അഭിഷേകനായി ഇനി തിരുമേനി ജീവിതത്തിൽ ഒത്തിരി സ്വീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ അദ്ദേഹത്തിന്റെ മാതൃകയായി നൽകുന്ന ഈ സ്വീകരണം അഭിനന്ദ തിരുമേനിയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു എന്ന് പറഞ്ഞ് ഓർമ്മ തിരുമേനിയെ മറുപടി പ്രസംഗമായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ ഇടവകയിൽ ഈ സ്വീകരണം എനിക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വാചകം പറഞ്ഞപ്പോൾ ഓർമ്മ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന 2 ഗ്യാപ്പുകൾ, അതായത് അകലങ്ങൾ. ഒന്ന്, ജനറേഷൻ ഗ്യാപ്പ്. 2, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ജനറേഷൻ ഗ്യാപ്പ് നമുക്കറിയാം, തലമുറകളുടെ തലമുറകളുടെ വ്യത്യാസം. അതായത് പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ആശയവിനിമയത്തിലുള്ള ഒരു വ്യത്യസ്തത. പക്ഷേ തലമുതിർന്നവരുടെ അനുഭവ സമ്പത്തും യുവാക്കളുടെ കർമ്മോത്സുകതയും ഊർജ്ജസ്വലതയും ചേരുമ്പോഴാണ് സമൂഹം ഏറ്റവും ഊർജ്ജസ്വലമാണ്. അതിനാൽ പ്രായമുള്ളവരെ ആദരിക്കാമെന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ളത്. അതിനാൽ തന്നെ ഈ നേതൃത്വം ഏൽപ്പിക്കുന്ന ഏവരും വളരെയധികം ധന്യത അറിയിക്കുന്നു. അനുബന്ധപ്പെട്ട പറയുകയാണ്. പിന്നീട് വരാൻ നമ്മുടെ കലാസന്ധ്യയാണ്. നമ്മളെല്ലാവരും ഓരോ കലാകാരന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കലാകാരന്മാർ കൂടികളുണ്ട്. ചിലർ പാട്ട് പാടും, ചിലർ കവിത എഴുതും, ചിലർ കഥ പറയും. പക്ഷേ നമ്മളെല്ലാവരും കലാകാരന്മാരാണ്. കല ദൈവികമാണെന്നും
ദൈവത്തിൻ്റെ വരദാനമാണെന്ന് പറയാറുണ്ട്. നല്ലൊരു കലാകാരനായ ഒരു വ്യക്തി സമൂഹത്തിൽ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ സന്ധ്യയിൽ വരാൻ പോകുന്ന കലാപരിപാടികളൊക്കെ വളരെ ആസ്വാദികരമാകട്ടെ. നല്ലയധികം കലാകാരന്മാരും കലാകാരികളും പ്രായഭേദത്തിൽ നമ്മുടെ ഇടവയിലുണ്ട്. അവരുടെ കലാപരിപാടികളുടെ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകണം ഭാവി ജീവിതത്തിൽ. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 85-87 കാലഘട്ടത്തിലൊക്കെ മർമ്മ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കവിതയും ചെറിയ കലകളൊക്കെ തുറന്നുകളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ ഒരു സാഹിത്യകാരനാണെങ്കിൽ പോലും അത് ചില മാസങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും ജീവിതത്തിൻ്റെ പന്താവുകാരും ജീവിതത്തിൻ്റെ ജീവിതസ്ഥൈര്യം മാറി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. സാഹിത്യമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യാനുള്ള സാധ്യത അവസരം കരുതുന്നില്ല. പക്ഷേ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകമായ ഷിനു വർഗീസ് ബാംഗ്ലൂരിൽ എന്നോട് പറഞ്ഞു, ജോസിച്ചാ നമുക്ക് നമ്മുടെ കൊട്ടൂർപ്പള്ളിയെ പറ്റി ഒരു പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷിനു എനിക്ക് എഴുത്തൊന്നുമില്ല, ടച്ചൊക്കെ വിട്ടുപോയി. അങ്ങനെയല്ല, ജോസിച്ചാൻ വിചാരിച്ചാൽ നടക്കും. അങ്ങനെ ഞാനൊരു 3 വർഷത്തോളം പഠിച്ചൊരു പാട്ടാണ്. കുറച്ച് മുമ്പ് അതിൽ പ്ലേ ചെയ്തിരുന്നു. യൂട്യൂബിലുള്ള പാട്ടുകൾ മറ്റും കേട്ട് കാണും. അപ്പം അതിൽ തുടങ്ങിയ ഒരു 6ഓളം പാട്ടുകൾ എഴുതാൻ സാധിച്ചു. ഞാൻ പറഞ്ഞത് നമുക്ക് കലാപരമായ കഴിവുണ്ടെങ്കിൽ പ്രദർശിക്കാൻ വേദി വേണം. ആ ഒരു വേദി ഉണ്ടാകേണ്ടതിന് ഇത്രയും സമൂഹങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് പറയുന്നത് പോലെ ആ ശരിയുടെ ഈ തലത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ വളർന്നു വന്ന കലാകാരികളുമെല്ലാം ജീവിതത്തിൽ വളരെയധികം പ്രശോഭിക്കട്ടെ. എല്ലാ ആശംസകളും ഈ ഏറ്റുവാക്കികൾക്കും മുതിർന്നവർക്കും കലാകാരന്മാർക്കും ആക്കിയ നല്ല കലാസന്ധ്യയാകട്ടെ. ഈ ഒരു സംഗമം ഈ ഇടവകയ്ക്ക് ഇടവകയിലെ കുടുംബത്തിനും എല്ലാം അനുഗ്രഹം ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.